ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിടിലൻ പാലപ്പം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു 3 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6-7 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി ഇട്ടതാണ്. അത് നന്നായിട്ട് കഴുകി വാരിയെടുത്തു. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. എനിക്കത് ഒന്നിച്ചിടായിരുന്നു. അപ്പം ഞാൻ മൊത്തത്തിൽ ആ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി കുതിർത്ത് വെച്ചിരിക്കുന്നതാണല്ലോ. അങ്ങനെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അടപ്പുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുന്നതായിരിക്കും നല്ലത്, നന്നായിട്ട് പുളിച്ചു വരത്തില്ലേ. അപ്പോൾ നല്ലൊരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ അരിമാവ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് മിച്ചം വെച്ച്, ഇതെന്തിനാണെന്നോ, നമുക്ക് കപ്പി കാച്ചാനായിട്ട്. ഇപ്പം ചിലർ കപ്പി കാച്ചി എടുക്കാറില്ല, ചോറരയ്ക്കോ ചെയ്യുന്നത്. ഞാൻ കപ്പി കാച്ചി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം. അങ്ങനെ ഞാൻ കപ്പി കാച്ചാനായിട്ട് മാവെടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. വെള്ളവും മാവും കൂടി നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈവിടാതെ ഇളക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് നമുക്ക് നല്ല ടൈറ്റായിട്ട് കുറുക്കി വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടാണേലും എടുക്കാം. ഞാൻ നല്ല ടൈറ്റായിട്ടാണ് കുറുക്കി എടുത്തിട്ടുള്ളത്. അതെങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കുറുക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ട് തണുത്ത് കിട്ടണം. ഈ കുറുക്കി വെക്കുന്നത് നമുക്ക് ആ ചൂടോടുകൂടി ഇട്ട് അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഭയങ്കരമായിട്ട് ഹാർഡായി പോകും, ഒട്ടും സോഫ്റ്റ് കാണത്തില്ല. അപ്പോൾ നമ്മൾ ഈ കുറുക്കിയെടുക്കുന്നത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെച്ച് തണുപ്പായതിന് ശേഷമേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാനത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ ഒരു 10 മിനിറ്റും കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ തണുത്തതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നെ ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. തേങ്ങ എന്തോരം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, അതനുസരിച്ച് ടേസ്റ്റ് കൂടും. ഞാൻ കുറച്ച് നമ്മുടെ എത്ര അരി എടുത്തോ അതനുസരിച്ചുള്ള പാകത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിന് പകരം വേണമെങ്കിൽ നമുക്ക് അവൽ കുതിർത്ത് ചേർക്കാവേ, അങ്ങനെയും നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ ചോറാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. ഇനി വേണ്ടത് നമുക്ക് അപ്പം പുളിച്ച് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി നാൾ മുന്നേ വാങ്ങിച്ച് വെച്ച ഈസ്റ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കേടായി പോകും, പുളിക്കലൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന ഈസ്റ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അതങ്ങ് അരച്ചെടുത്തു. ഇനി ഇത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ കൈ വെച്ച് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പം സ്പൂൺ വെച്ചാണ്, തവി വെച്ചാണ് ഇളക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കുന്നത്. നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ പുളിച്ചതിന് ശേഷം ഉപ്പ് ചേർത്താലും മതിയാവും. അപ്പോൾ അത് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കണം എന്നാണ് പറയുന്നത്. ഞാൻ സാധാരണ കൈ കൊണ്ടാണ് ഇളക്കുന്നത്. വീഡിയോയിൽ ചിലർക്കത് ഇഷ്ടമാകത്തില്ലല്ലോ, അതുകൊണ്ടാണ് സ്പൂൺ വെച്ച് ഇളക്കി കാണിച്ചത്. ഇപ്പം നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കാം. ഞാൻ വൈകിട്ടാണ് അരച്ച് വെച്ചത്. ഇനി രാവിലെ ആകുമ്പോഴാകും പുളിച്ച് കിട്ടുന്നത്. ഇത് രാവിലെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കണം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവേ. എൻ്റെ ഉപ്പ് കറക്റ്റ് പാകത്തിനായിരുന്നു. അങ്ങനെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ പുളിച്ച് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ഇനിയിപ്പോൾ ഒരു പാലപ്പച്ചട്ടി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു. നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടിങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചെടുക്കണേ. നമുക്ക് എണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എണ്ണ ഒഴിക്കേണ്ട കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഞാൻ പരത്തി കൊടുത്തു. നമ്മളിങ്ങനെ ചുറ്റിച്ചാൽ മതി, അപ്പോൾ നന്നായിട്ട് ചുറ്റി വന്നോളും. ഇനി ഇത് കുറച്ചൊന്ന് കുമിളകളൊക്കെ വരുമ്പോഴേക്കും നമുക്കൊന്ന് മൂടി വയ്ക്കാം.
എന്നിട്ട് ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മൂടി തുറന്ന് നോക്കുമ്പോഴേക്കും നല്ലൊരു അടിപൊളി പാലപ്പം കിട്ടും കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കിടിലൻ പാലപ്പമാണെന്ന്. നല്ല അടിപൊളി പാലപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയുക, നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പായിട്ടിരിക്കുന്ന നല്ല കിടിലൻ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ മുട്ടക്കറിയോ കടലക്കറിയോ എന്ത് കൂട്ടി വേണേലും നല്ല സൂപ്പറായിട്ട് കഴിക്കാം. ഇനി പാലപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്നാരും പറയത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ കിടിലൻ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്.